ഇന്നാണെങ്കി ഇപ്പൊ ഓലൊക്കെ വരും പെണ്ണാണാനാന്നുള്ള പേരിൽ ആകെ ഇങ്ങോട്ട് കച്ചറ പിടിച്ചിട്ട് ഈ പേരൊക്കെ കെടുക്കണത്. ഇതൊക്കെ നേരാക്കി എടുത്തിട്ട് വേണം. ഒരു തുള്ളി പൊടിയും കൂടി ഉള്ളു. ഒക്കെ ഈ മക്കള് കലക്കി കുടിച്ചിരിക്കും. ആ സെമീറാന്റെ അണ്ണാക്കൊക്കെ പോയിട്ടുണ്ടാവും ഒക്കെ. ഇപ്പൊ എന്താ ഞാൻ ഉണ്ടാക്കി കൊടുക്ക പഠിച്ചോലെ. ഒരു ബേക്കറി ആണെങ്കിൽ ഒരു സാധനം ഇല്ല. എന്താടി രാവിലെ തന്നെ പിച്ചും പേയും പറയണത്? ഞാൻ പിച്ചും പേയും പറയണതാണല്ലോ ഇപ്പൊ വലിയ കാര്യം ഇവിടുത്തെ. നിങ്ങൾക്ക് ഈ പെരന്റെ ഉള്ളിൽ വല്ല കാര്യം അറിയോ? ഈ പെരന്റെ ഉള്ളിൽ ഒരു മുതലില്ല, ഒരു ബേക്കറി ഇല്ല. ഐറ്റങ്ങൾ വരുമ്പോ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കി കൊടുക്കാനോ ഒരു ഹോർലിക്സോ ഒരു സാധനവും ഇല്ല. ആര് വരുന്നേ? അത് ഞാൻ ഇങ്ങോട്ട് പറയാൻ മറന്നതാണ്. ഇന്റെ അഞ്ചത്തി വരുന്നുണ്ട്. ഓളെ മകൻ ഷാഫി ഗൾഫിന്ന് വരും ചെയ്തിക്കണ്. നമ്മളെ റൂബിനെ പെണ്ണാണാനാണ് ഓല് വരുന്നത്. ഓലാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരും ചെയ്യും. എന്താ കാട്ടണ്ടെന്ന് ഒരു പുറത്തുമില്ല, ഒരു സാധനം ഇല്ലേ. ഈ നേരം വരായിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ മറന്നതാണ് നിങ്ങളോട് പറയാനീന്ന്. അതിന് നിങ്ങളെ പെരന്റെ ഉള്ളിൽ കിട്ടണ്ടേ പറയാനി? അതിനിപ്പൊ ഞാൻ എന്താ വേണ്ടത്? അതിനിപ്പോ നിങ്ങൾ എന്താ വേണ്ടത് എന്നല്ല. നിങ്ങൾ പോയിട്ട് ആ ബേക്കറി പോയിട്ട് കുറച്ച് മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരി. അതും വെച്ചു കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കുപ്പി ഒരു ഹോർലിക്സും ഒരു പാക്കറ്റ് പാലും വാങ്ങിയിട്ട് വരി. ആ ചെക്കൻ ഗൾഫിൽ നിന്ന് വരികയല്ലേ, ഓൻക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുടിച്ചിട്ടേക്കാരൻ ചെയ്യലുണ്ടാവുള്ളൂ. ഇന്നെ കൊണ്ടൊന്നും വജ്ജ പോവാൻ ഇജ്ജ് പോയിക്കുവാണെങ്കിൽ. നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്ക്. പിന്നെ ഇനി നിങ്ങള് വൈകുന്നേരം എടുക്കും ഇറങ്ങി പോവല്ലിട്ടോ. ഇനി ഓല് വരുന്ന സമയത്ത് നിങ്ങൾ വേണം. നിങ്ങളെ മകളെ കാണാൻ വരികയാണ്, അല്ലാതെ വേറെ ആരും കാണാൻ വരികയല്ല. ഇന്റെ ഒന്നും ആവശ്യമില്ല, ഇജ്ജ് നിന്നാ മതി. അങ്ങനൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നിക്കന്നെ വേണം വാപ്പാന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങളല്ലാതെ വേറെ ആരാ ഓൾക്കുള്ളത്? നിങ്ങൾ പിന്നെ എന്നെ കെട്ടിക്കണത് പിന്നെ എന്തിനാ? ഓളെ കൂടി വാപ്പ ആവാന്നുള്ള പേരിലല്ലേ കെട്ടിക്കണത്. എന്നിട്ട് ഇപ്പൊ ഓളൊരു കാര്യത്തിന് നിങ്ങൾക്ക് വന്ന് നിക്കാൻ വെച്ച. ഞാൻ അതിന് കിടന്ന് കാറണ്ട നോക്കട്ടെ. വാണേ നിന്നാ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാൻ പറഞ്ഞാ നിക്കൂല. ആണേ നിന്നാ നിന്റെ കുട്ടിയുടെ കാര്യം നിക്കറിയാം എന്താ ചെയ്യേണ്ടത്. സാധനങ്ങൾ കൊണ്ട് കൊടുന്ന് നിന്നാ മതിയായി. ആ അമ്മൂട്ടിയുടെ അടുത്തൊന്ന് പോയോക്കട്ടെ. അമ്മൂട്ടിനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. റൂബിയേ, റൂബിയേ, എന്തമ്മ? പിന്നെ ഞാൻ ആ അമ്മൂട്ടി താത്താന്റെ പെരയിലൊന്ന് പോയിട്ട് വരട്ടോ. എന്നെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളത് ഓളോട് പറയണ്ടേ. നമ്മളെല്ലാ കാര്യങ്ങളും ഓളോട് പറയണല്ലേ. ഇതാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോവും ചെയ്ത്. പിന്നെ ഇപ്പൊ ഇന്നലെ അല്ല ഇപ്പൊ എന്റെ ഇളയമ്മ വിളിച്ചത്, പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയോക്കട്ടോ. നിങ്ങൾ പോയിട്ട് വരെ. ഇജേ വല്യമ്മ എന്തേലും വെള്ളം എന്തേലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എടുത്തു കൊടുത്താളാ. ഇക്കൊന്നും വെച്ചെടുത്ത് കൊടുക്കാൻ നിങ്ങൾ തന്നെയാണ് എടുത്തു കൊടുത്താൽ മതി. ഈ പെണ്ണ് എങ്ങനെ വല്യമ്മക്ക് ഓളോടല്ലേ ഇഷ്ടം, പിന്നെ എന്റെ മകൾ എങ്ങനെയും പറഞ്ഞു കേൾക്കും. ഞാൻ എടുത്തു കൊടുത്തോണ്ട് ഞാൻ അവിടെ ചെല്ലട്ടാ. പൊയ്ക്കോളി. മുട്ടിയാ മുട്ടിയാ വെയിലും ആയ ഈ മുട്ടിയാ എന്താ അടി എന്തിയെ? ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇജ്ജ് എവിടെ ഇന്ന്? ഞാൻ കൊറേ നേരമായി വിളിക്കണ. ഞാൻ മളെ അമ്മരത്തെ മുറ്റൊക്കെ ഒന്ന് അടിച്ചോരിയായിരുന്നു, അതാണ് കേൾക്കാതിരുന്നത്. പിന്നെ ഇന്ന് റൂബിനെ കാണാൻ എന്റെ അഞ്ചത്തിയുടെ മകനൊക്കെ വരുന്നുണ്ട്. അതെ. ഇപ്പൊ എന്തായാലും ഓൾക്ക് നല്ലൊരു കാര്യമായല്ലോ. എന്തായാലും വരട്ടോല്. ഓല് കുറച്ച് കഴിയുമ്പോത്തിന് വരും, ഉച്ച കഴിയുമ്പോത്തിന് വരും എന്നാ പറഞ്ഞത്. എന്നോട് എല്ലാ കാര്യങ്ങളും പറയണേ, അല്ലാതെ ഞാൻ എന്നോട് വേഗം വന്ന് പറഞ്ഞത്. ആ സമീറ പെണ്ണുണ്ട് അവിടെ. ഇനി എന്തേലും പ്രശ്നമാവണോ അവൾക്കറിയില്ല. ഞാൻ ഓളെ വാപ്പാനോട് പറഞ്ഞ് നിങ്ങള് ഓല് വരുന്ന സമയത്ത് ഇവിടെ നിക്കിട്ടോ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ഇക്കൊന്നും പറ്റൂല, ഇജ്ജ് നിന്നാ മതിന്ന് പറഞ്ഞു. അപ്പൊ എന്താ മകള് ഉണ്ടല്ലോ, മകൾക്ക് കല്യാണാലോചന ഒന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യം നിന്റെ കുട്ടിക്ക് നല്ലൊരു ബന്ധം വന്നതാണ്. അതെങ്കി അത് നടക്കട്ടെ എന്നല്ലേ വിചാരിക്കണ്ട്. ഇത് അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല മളെ. അല്ലടി എന്റെ അമ്മായിമ്മൊക്കെ അറിഞ്ഞിക്കണ? ആ തള്ളനോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇല്ല. ആ തള്ളനോടും പറഞ്ഞിട്ടില്ല, സെമീറാനോടും പറഞ്ഞിട്ടില്ല. അപ്പൊ വരുമ്പോ കണ്ടാതില്ല എന്നുണ്ടെങ്കിൽ ഓരോ മുടക്കുണ്ടാക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ ഓരോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ പറഞ്ഞ എന്റെ അഞ്ചത്തി മകനൊക്കെ വരുന്നത്. അതെന്തായാലും നന്നായി. ഇനി പോല് വന്നിട്ടൊക്കെ അറിഞ്ഞാ മതി. എന്നെ പറഞ്ഞത്. ഇനി ഞാൻ ആ ചെങ്ങായി കടയിൽ നിന്ന് ഒരു സാധനം കൊടുത്തിട്ടില്ല. ഇവിടെ എന്തേലും ഉണ്ടാ, ബേക്കറി എന്തേലും ഉണ്ടാ ഒന്ന് കൊടുക്കാന്? ഇവിടെ ലേശം ബേക്കറി ഒക്കെ ഇരിക്കുന്നുണ്ട്, മിച്ചറൊക്കെ ഇരിക്കണുണ്ട്. അതാണെങ്കിൽ ഞാൻ തരണ്ട്, ഇജ്ജ് പറഞ്ഞാ മതി. അപ്പൊ
നൂല് കൊടുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണ്ട കേട്ടോ വാങ്ങാന്. ആടി പിന്നെ ഇനി ഓല് പോയി എന്നിട്ട് ഞാൻ വരണ്ടി. എന്താ ഓല് പറയുന്നതെന്ന് അറിയാലോ. ആയിക്കോട്ടെടി നിക്കാൻ സമയമില്ല. ഇനി പോല് വരുമ്പോഴത്തേനും പെരന്റെ ഉള്ളൊക്കെ ആകെ കച്ചറായിട്ടാ കിടക്കണ്. അതൊക്കെ നേരാക്കൊക്കെ ചെയ്യട്ടെ. എന്നാ ഞാൻ അവിടെ ചെല്ലട്ടെ. ഞാൻ വരണ്ടി ഓല് പോയിട്ട്. ആടി ആയിക്കോട്ടെ ജോലി പോയിട്ട് ആയ ആടി. എന്നാ ശരി. പാവം ആ പെണ്ണിനെ ഇതാക്കിയിട്ട് ഇവൾക്ക് കല്യാണാലോചന ഉണ്ടെന്ന്. പിന്നെ എങ്ങനെ ഓളെ വാപ്പ നിക്കുക? ഇനിയിപ്പൊ നമ്മള് ഓരോന്ന് പറഞ്ഞിട്ട് ഇനി അത് വേണ്ടാച്ചിട്ടാ ഞാൻ മുണ്ടാ നിക്കണത്. മറ്റേ ഫോണൊന്നും എടുക്കണം. ഫോൺ എടുത്തമ്മ ഇപ്പൊ ചീത്താറ്. ഇവിടത്തൊക്കെ കൊടുന്നൊക്കെ അമ്മ വരുമ്പോത്തിരിക്കും. ഓൾക്ക് വിളിച്ച് പറയട്ടെ ജംഷിക്ക്. അല്ല ജംഷിയെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടടി. നിന്റെ കല്യാണം ഉറപ്പിച്ച്. ചെക്കൻ എന്റെ എളാമാന്റെ മോന, ഷാഫി എന്ന പേര്. ഓല് ഇന്ന് വൈകുന്നേരം എന്നെ കാണാൻ വരുന്നുണ്ട്. ഓനക്ക് ഇഷ്ടാത്ര തന്നെ. അപ്പൊ പേരിനൊന്ന് കണ്ടെങ്ങാണ്ട് പോവാറുണ്ട്. ആര്? സുഹൈലോ? ഓനൊക്കെ ഞാൻ എപ്പോഴോ തേച്ച്. എന്താ ഓനേക്കായി ഒക്കെ എത്രയോ നല്ലൊരാളാണ് ഷാഫി. പിന്നെ അത് മാത്രല്ലടി നല്ല പൈസക്കാരാണ്. പിന്നെപ്പോ എന്തൊക്കെ ഓനെ തേച്ചൂടെ? ഇനി ഓനെ പറ്റിട്ട് എന്താ അറിയാനാ? നക്ക് പിന്നെ ഗതിയില്ല, ഒരു പണിയില്ല, തൊരയില്ലാതെ നടക്കണോന. ഓനൊക്കെ ഇനി ആർക്ക് വേണം? അണക്കുവാണെങ്കി ഇജ്ജ് പ്രേമിച്ചോ. ഇക്ക് ഇനി ഓനെ വേണ്ട. ഒരു കൊല്ലം. സാധാരണ ഒരു കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം ഒക്കെ പ്രേമിക്കും. അന്ന് വിചാരിച്ചിട്ട് ഓനെ തന്നെ കെട്ടണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ ടൈം പാസ് ചെയ്യുന്നു. പിന്നെ ഇക്ക് നല്ലൊരു ഓഫർ വന്നിട്ട് ഞാനത് വേണ്ടാന്ന് വെക്കേ? ആണക്ക് വല്ല സുഖമില്ല മോളെ. ഇനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് ഷാഫിനെ ഇഷ്ടായിക്കണ്. പിന്നെ ഷാഫിക്ക് ഇന്നെ ഇഷ്ട. അതേപോലെ ഒരു എന്നെ പഠിപ്പിക്കും ചെയ്യും. പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞ മോളെ ഞാൻ ഈ ദുബായിക്ക് പറക്കും. എന്നാലും ഇല്ല. ഞാൻ എന്തായാലേ ഓല് പോയി എന്നിട്ട് വിളിക്കാം. ഓലിക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നൊക്കെ നോക്കാലോ. എന്തായാലും ഗൾഫിൽ നിന്ന് വരല്ലേ, അപ്പൊ എന്തെങ്കിലൊക്കെ ഇല്ലാതിരിക്കൂല. എനിക്ക് എന്താ പറയാ, എളാമാന്റെ മൂത്തോക്കാനൊക്കെ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ട്. എന്നാലും കൊഴപ്പൊന്നുമില്ല. അമ്മായിമ്മ ആവാൻ പോവല്ലേ. ഇജൊന്ന് പോയിക്ക പെണ്ണെ. എന്ത് ചതി? ഒരു ചതി ഇല്ല. ഇക്ക് ഞാനെ വാണ്ടന്നെ. അത്ര തന്നെ ഉള്ളു. പിന്നെ ഇനിയിപ്പൊ എന്തായാലും ഞാൻ ഓല് വന്ന് പോയിട്ട് വിളിക്കാം. ഇമ്മ അയൽവാസി താത്താനോട് പറയാൻ പോയതാ. ആ തക്കത്തിന് അമ്മാന്റെ ഫോൺ എടുത്ത് തരാം. ഇമ്മ ഫോണും തരൂല. ഞാൻ ഓനോട് പറഞ്ഞതോ, പെരയിൽ എല്ലാരും അറിഞ്ഞിക്കണ്, ആരും കല്യാണത്തിന് സമ്മതിക്കണില്ല. പിന്നെ ഇമ്മയും പറഞ്ഞു ജോനെ തന്നെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന്. അതിലോ വീണ്. ഞാൻ പറഞ്ഞു ഇക്കിന്റെ വാപ്പയും ഉമ്മയാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ട് നൈസാക്കിയാണ് ഒഴിവാക്കി. ഞാൻ ആരാ മോളെ. എന്തായാലേ ഞാൻ വിളിക്കട്ടെ. ഉമ്മ വന്ന സീന. ശരി എന്നാ. സൂറാബിക്കൊന്ന് വിളിച്ച് പറയട്ടെ. നീ ഓല് വരുന്ന പറഞ്ഞില്ലാന്ന് പറയും. ഈ പെണ്ണ് ഈ ഫോണുമ്പോ നല്ല കളി കളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അത് നല്ലപോലെ എടുത്തു വെച്ച് പോയതാ. ഫോൺ എടുക്കൂല. ഹലോ സൂറാബിയെ, ഞാനാടി. പിന്നെ ഇന്ന് ഖദീജ വരുന്നുണ്ട്. ഇവളെ ഷാഫി വന്നിക്കണല്ലോ. അപ്പൊ നമ്മളെ റൂബിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞീന്ന്.
ഇജ്ജ് വരുവോ? അല്ലടി ഞാന് പെണ്ണിന്റെ ആദ്യമായിട്ട് ഒരു കാര്യല്ലേ, പിന്നെ ഇപ്പൊ ഇത് നടക്കുന്നുള്ളത് നമ്മക്ക് അറിയാലോ. നമ്മളെ അഞ്ചത്തിയുടെ മകനല്ലേ, അപ്പൊ പിന്നെ നടക്കാതിരിക്കോ? ഓൽക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല പോല് വരുന്നത്. ഇജിങ്ങോട് വായെന്നാലും വൈകുന്നേരം ആവുമ്പോത്തിന്. ആ പറ്റാണേ വായട്ടോ. നമ്മളിപ്പോ ഒരു പരിപാടി കഴിക്കുമ്പോ ഇജു ഓളൊന്നും ഇല്ലാതെ നമ്മളൊരു പരിപാടി ഉണ്ടാവലില്ലല്ലോ. അതുകൊണ്ടപ്പൊ ഞാൻ അണക്ക് വിളിച്ചേ. ആ പെണ്ണ് ഇവിടെ ഉണ്ട്. ആ ഓൾക്ക് സമ്മതല്ല എന്താ? ഓല് ചെറുപ്പം മുതലേ കാണണല്ലേ, പിന്നെ ഇപ്പൊ എന്താ? ഓൾക്കും ഇഷ്ടാണ്. ഓൻക്കും ഇഷ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ കാണാൻ വരുന്നേ. പേരിനൊരു കാണല് എന്ന് പറഞ്ഞിക്കണോള്. ആ നിശ്ചയം നിക്കാഹൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ വരാലോ അല്ലെ. ആ എന്നപ്പൊ ഇനി എന്തായാലും ഒന്ന് ചെന്ന് വായോ. എന്തായാലും ഓൻ പോണേന്റെ മുന്നേ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ട് വേണം ഓനക്ക് പോവാനെന്ന് അറിഞ്ഞിരുന്നു. ആ ആ അവിടെ ഉണ്ട് പേരക്കുട്ടീനേറ്റ്. ആ ഓളിപ്പോ ഇന്നലെ മുതൽ ക്ലാസ്സിന് പോക്ക് തുടങ്ങിയിരിക്കണ്. ഓളെ വാപ്പ പിന്നെ പറഞ്ഞേക്കല്ലോ, ഞമ്മളെന്ത് പറഞ്ഞാലും ഓൾക്കൊരു വിലയില്ലല്ലോ. എന്തായാലും ഇനിയിപ്പോ റൂബിയുടെ കല്യാണം കഴിയോളല്ലോ അപ്പൊ ഓള് പോവുള്ളൂ. റൂബിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ എന്തായാലും ഓളെ പഠിപ്പിക്കാൻ നിർത്തിച്ചു. ആ ആ തള്ളക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങൊന്നുമില്ല. ഈ പെരന്റെ ഉള്ളിൽ തന്നെ മനുഷ്യന്മാരട്ട് അങ്ങനെ ഇടങ്ങറാക്കിങ്ങാണ്ടും ഒക്കെ. മകളുണ്ടല്ലോ, മകളെ എടുത്തുക്കൊന്നും പോകൂടിയും ചെയ്യൂല. ആ ഉപദ്രവമൊന്നുമില്ല. പിന്നെ എങ്ങനെ ആ മറ്റേ പെണ്ണിന്റെയും വാക്ക് കേട്ടുങ്ങാണ്ടും അതേപോലെ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തുങ്ങാണ്ടും ഇങ്ങനെ വർത്താനം പറയും. അതന്നെ, അല്ലാതെ വേറെ ഉപദ്രവവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് നമ്മളെന്തേലും ചെയ്തിട്ട് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് മുണ്ടാതെ നടക്കണതാ. പിന്നെ എന്തേലൊക്കെ വേണം തിന്നാനും കുടിച്ചാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് എടുത്തു കൊടുക്കും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ ചിലപ്പം കേട്ടുങ്ങാണ്ട് വരും. പിന്നെ അതിനെ കരഞ്ഞ് തിരക്കും പടി ഉണ്ടാവും. തള്ള പറഞ്ഞ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ മാപ്പിള വന്നിട്ട് ഒച്ചയും കൂടി ഉണ്ടാക്കുവേ. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ ഓല് വന്ന് പോയിട്ട് വിളിക്കണ്ട് കേട്ടോ. ആ ശരി, എന്നാ ശരി. ഈ പെണ്ണ് ഇതെവിടെ? അവത്തെ കരഞ്ഞിപ്പോ വിളിക്കണ്ട. പോലിപ്പോ വരുമ്പോത്തിന്. റൂബിയാ, റൂബിയാ, എന്തമ്മാ? ആ പിന്നെ ഇജ്ജ് ഓല് വരുമ്പോത്തിന് വേഗം കുളിച്ച് മാറ്റി കേട്ടോ. ഓല് കുറച്ച് കഴിയുമ്പോ ഉച്ച വരുമ്പോത്തിന് വരും. ഇജ്ജ് വേഗം കുളിക്കാനൊക്കെ നോക്കിക്കോ. ആ ഇനി ഇങ്ങനെ തട്ടി തടഞ്ഞു നിക്കണ്ട. കുറച്ച് പൗഡർ മേക്കപ്പ് ഒക്കെ ചെയ്താളാ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇനി ഓനക്ക് ഇഷ്ടപ്പെടാതിരിക്കണ്ട. ഇത് ഒക്കെ നോക്കൂട്, വേഗം നോക്കൂട്. ഞാൻ അപ്പോത്തിന് അടുക്കളന്റെ ഉള്ളത്തെ പണികളൊക്കെ ഒന്ന് കേൾക്കാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. മേക്കപ്പിന്റെ കാര്യമൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും വേണ്ട. നിങ്ങളെക്കായി അറിയാം നിക്ക്. എന്നാ വേഗം നോക്ക്. ആ ആ ഞാൻ വേഗം നോക്കിക്കോളാം. ആ